റേഡിയോ നീതൽ 107.8 FM-ൽ അടുത്തതായി ഗാനകൗതുകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി. എല്ലാ ശ്രോതാക്കൾക്കും ഗാനകൗതുകത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗാനകൗതുകത്തിന്റെ 3-ാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 1967 പുറത്തിറങ്ങിയ ചിത്രമേള എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി KJ യേശുദാസും S ജാനകിയും കൂടി ആലപിച്ച മദം പൊട്ടിച്ചിരിക്കുന്ന മാനം എന്ന ഗാനമാണ്. ഈ ഗാനത്തിന്റെ പ്രമേയം ആധുനിക മനുഷ്യന്റെ ഉള്ളിലെ ആകുലതകളും ആന്തരിക സംഘർഷങ്ങളും വളരെ സൂക്ഷ്മമായി വരച്ചിടുന്ന ഒന്നാണ്. ഇതിന്റെ ഓരോ പദവും ഉപമകളും പ്രതീകങ്ങളും ജീവിതത്തിലെ അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയുടെ കരച്ചിലിനും മനുഷ്യന്റെ ദുരിതത്തിനും ഒരു പരിഹാരവുമില്ലാത്ത മരുഭൂമിക്ക് സമാനമായ പ്രപഞ്ചത്തിലാണ് പ്രാണൻ. അങ്ങനെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഈന്തപ്പനകളുടെ നിഴൽ പോലുമില്ല. ജീവിതത്തിന്റെ കഠിനമായ യാത്രയ്ക്ക് കൂട്ടായി പോകുന്ന ഒട്ടകങ്ങളില്ല. മനുഷ്യരാകുന്ന പാവകളുടെ കണ്ണീരില്ലാത്ത കണ്ണുകൾ വേദന അനുഭവിക്കുന്നതോ പരാജയപ്പെടുന്നതോ ആയ വ്യാകുലത പൂണ്ട അവസ്ഥയെ സൂചിപ്പിക്കുന്നു. കാലമെന്ന മാന്ത്രികൻ മനുഷ്യരുടെ വിധി എഴുതിയത് കരിമഷി രേഖകളിൽ തന്നെയാണ്. പ്രതിസന്ധികൾക്കും ദുരിതങ്ങൾക്കും വിധിക്കപ്പെട്ടവരായ മനുഷ്യർ. ചുരുക്കത്തിൽ ഇത് ഒരു അന്ത്യവാദനമാണ്, അന്ത്യരോദന. മനുഷ്യനും ഭൂമിയും നിസ്സഹായരായി പരിഹാരമില്ലാതെ ദൈവത്തെയും ജീവിക്കുവാനുള്ള സാന്ത്വനത്തെയും തേടുമ്പോൾ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പുനരുത്ഥാനത്തിനുള്ള പ്രത്യാശയില്ലാതെ പോകുന്ന ഒരു അവസ്ഥ. ഗാനത്തിന്റെ അർത്ഥം കൂടുതൽ നാടകീയവും സവിശേഷവുമായ ഒരു ആത്മകഥയുമാകുന്നു. മദം പൊട്ടിച്ചിരിക്കുന്ന മാനം, മാനം പൊട്ടിക്കരയുന്ന ഭൂമി, ഇടയിൽ പെട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. മദം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി എന്നത് ശക്തമായ വ്യത്യസ്ത ഭാവുകത്വങ്ങളുടെ സമന്വയമായ ഒരു ചിത്രീകരണമാണ്. മദം പൊട്ടിച്ചിരിക്കുന്ന മാനം എന്നത് അധികാരത്തെയും അഹങ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. മദം എന്നത് അതിജീവനത്തിന്റെ ആധിപത്യവും വിജയവും അധികാരം, അഹങ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഉയർച്ചയുടെ പ്രതീകവുമായും കാണാം. മനം പൊട്ടിക്കരയുന്ന ഭൂമി ദുഃഖവും വേവലാതിയും അനുഭവിക്കുന്ന ഭൂമിയുടെ പ്രതിനിധാനമാണ്. ഇത് പ്രകൃതിയുടെ അപമാനത്തെ, മനുഷ്യന്റെ തീരാത്ത സ്വാർത്ഥവും അവഗണനയുമാണ് വിളിച്ചു പറയുന്നത്. ഇവിടെ ഭൂമിയുടെ ആത്മാവാണ് കരയുന്നത്, തകർച്ചയെ കണ്ട് വേദനിക്കുന്നു. ഭൂമിയുടെ വേദനയും പ്രകൃതി ചൂഷണത്തിന്റെ ഫലവും ഈ വരികളിലൂടെ വരച്ചു കാണിക്കുന്നു കവി. മനുഷ്യന്റെ നിരന്തരമായ ചൂഷണവും ദുരുപയോഗവും മൂലം ഭൂമി വേദനയിൽ മുങ്ങിപ്പോവുകയാണ്. ഇതിലൂടെ സമകാലീന സാമൂഹിക അവസ്ഥകൾ, അധികാരത്തിന്റെയും അനീതിയുടെയും അധിനിവേശത്തിന്റെയും ഭീകരതയും മനുഷ്യർ അനുഭവിക്കുന്ന ആഴത്തിലുള്ള വേദനയെയും കവി മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു വശത്ത് അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായി മദം പൊട്ടിച്ചിരിക്കുന്ന മാനവും, മറുവശത്ത് വേദനയിലും നിരാശയിലും ഉഴലുന്ന മനം പൊട്ടിക്കരയുന്ന ഭൂമിയെയും, ഇവയ്ക്കിടയിൽ കിടന്നു പിടഞ്ഞ് അതിജീവനത്തിനായി കേഴുന്ന മനുഷ്യനെയും വളരെ കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുകയല്ലേ കവി. ഭൂമി അതിലെ എല്ലാം അനുഭവിക്കുന്ന സാക്ഷിയാണ്. മനുഷ്യന്റെ നിർബന്ധങ്ങളെയും ചൂഷണങ്ങളെയും പ്രതിരോധിക്കാൻ പറ്റാത്തതിലുള്ള നിസ്സഹായാവസ്ഥയെയല്ലേ കവി ചൂണ്ടിക്കാണിക്കുന്നത്. ചുരുക്കത്തിൽ ഇപ്പോൾ നാം അനുഭവിക്കുന്ന ദുരന്തങ്ങളെ പോലും കവി മുൻകൂട്ടി കണ്ടിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇടയിൽപ്പെട്ടിരതേടി പിടയുന്നു പ്രാണൻ. അതായത് മനുഷ്യൻ ഈ ഭൂമിയുടെ അധപ്പതനത്തിനിടയിൽ പെട്ടിരിക്കുന്നു. അവൻ കടുത്ത സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിടയുന്നു എന്ന പദം മനുഷ്യന്റെ ആകുലതയെ വ്യക്തമാക്കുന്നില്ലേ? ഒരു രക്ഷാന്വേഷണത്തിനായി മനുഷ്യൻ പോരാടുന്നു. പക്ഷെ അവന്റെ ശ്രമങ്ങൾ നിരർത്ഥകമാകുന്നു, എങ്ങും എത്തുന്നില്ല. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും വേദനകളും കൊണ്ട് പരിതപിക്കുന്നതിനെ ഇതിലൂടെ കവി വെളിവാക്കുന്നില്ലേ? തേടിപ്പിടയുന്നു. അതിൽ തേടി എന്നത് മനുഷ്യന്റെ നാശത്തെ നേരിടാൻ ശ്രമിക്കുന്ന അഥവാ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ തേടുക എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിടയുന്നു എന്നത് ദുരിതങ്ങളിൽ നിന്നും അസ്തിത്വത്തെ ഉറപ്പാക്കാൻ ഉള്ള പ്രയത്നത്തിന്റെ അടയാളമായും കാണാം. ശ്രമങ്ങൾ ഫലപ്രദമല്ല. പലതും പരീക്ഷിച്ചിട്ടും അതിന് ഫലമുണ്ടാക്കാൻ സാധിക്കാതെ കഴിയുന്ന ഒരു അവസ്ഥയല്ലേ ഇത്? എവിടെയോ മറയുന്നു ദൈവം. ദൈവം മറഞ്ഞിരിക്കുന്നു, കാണാതായിരിക്കുന്നു. ദൈവം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നു എന്ന് കരുതിയ മനുഷ്യന് ആ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ
അവന് വലിയ വെറുപ്പിനെയും ദുരന്താനുഭവത്തെയും സമ്മാനിക്കുന്നു. മനുഷ്യന്റെ ആശ്രയവും വിശ്വാസവും അപ്രത്യക്ഷമാവുകയാണെന്ന് കവിത സൂചിപ്പിക്കുന്നു. ഇനിയും ദൈവീകമായ രക്ഷയില്ലെന്ന് ഈ വരി വ്യക്തമാക്കുന്നു. ഇത്തിരി തല ചായ്ക്കാൻ ഈ മരുഭൂമിയിൽ ഈന്തപ്പന നിഴലില്ല. ഒട്ടുദൂരം പോകാൻ ചുമടൊന്നു താങ്ങുവാൻ ഒട്ടകക്കൂട്ടവുമില്ല. ഇത്തിരി തലചായ്ക്കാൻ ഈ മരുഭൂമിയിൽ ഈന്തപ്പന നിഴലില്ല. ഇതൊരു കാഠിന്യത്തിന്റെയും വിഹുലതയുടെയും സൂചനയാണ്. മരുഭൂമിയിൽ നിഴലില്ല, ഇല്ലല്ലോ. ഈന്തപ്പനയുടെ നിഴൽ ഇല്ല എന്ന് പറയുമ്പോൾ സാന്ത്വനത്തിനുള്ള സാധ്യത ഇല്ലായ്മയെ അല്ലേ കവി സൂചിപ്പിക്കുന്നത്? തലചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാത്ത, ആർക്കും ആശ്രയമില്ലാത്ത അഥവാ ഒരു സംരക്ഷണവുമില്ലാത്ത കഠിന സാഹചര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സാന്ത്വനവും ആശ്രയവും നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ പ്രതിഫലനം നമ്മൾക്ക് വ്യക്തമായി കാണാനാകുന്നു. ഒട്ടുദൂരം പോകാൻ ചുമടന്നു താങ്ങുവാൻ ഒട്ടകക്കൂട്ടവുമില്ല. ഒരുപക്ഷെ മരുഭൂമിയിലൂടെയുള്ള ഈ ജീവിതയാത്രയിൽ അവന്റെ മനസ്സിന്റെ ഭാരമാകുന്ന ചുമടുകൾക്ക് താങ്ങായി യാതൊന്നും അവശേഷിക്കുന്നില്ല. മനുഷ്യൻ ഈ മരുഭൂമിയിൽ തനിച്ചാണ്. ഒരുപക്ഷെ ഒട്ടകക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ താങ്ങായിരുന്നേനെ. പക്ഷെ അതുമില്ല. മനുഷ്യൻ തന്റെ കഠിന ഭാരം എങ്ങനെ താങ്ങുമെന്ന ആശങ്കയിലാണുള്ളത്. എന്നാൽ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു. അവന് ജീവിതയാത്ര താണ്ടാനാകാതെ, മുഴുമിപ്പിക്കുവാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. ഇത് എത്രയോ ആകുലമായ ഒരു അവസ്ഥയാണ് മനുഷ്യന് നൽകുന്നത്. നിർണായക സാഹചര്യങ്ങളിലെ മനുഷ്യനെ കാത്തിരിക്കുന്ന ഏകാന്തതയല്ലേ ഇവിടെ വ്യക്തമാക്കുന്നത്? കരയുവാൻ കണ്ണുകളിൽ കണ്ണുനീരില്ലാത കളിമരപ്പാവകൾ ഞങ്ങൾ. കാലമാം മാന്ത്രികൻ ഹോമത്തിനെഴുതിയ കരിമഷിക്കോലങ്ങൾ ഞങ്ങൾ. കരയുവാൻ കൺകളിൽ കണ്ണുനീരില്ലാത്ത കളിമരപ്പാവകൾ ഞങ്ങൾ. ചേതനയേറ്റ വെറും കളിപ്പാവകളായി ജീവനില്ലാത്ത പ്രാണരഹിതമായി മാറിയ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നു. ജീവന്റെ ഭാവുകത്വവും സാന്ത്വനവും നഷ്ടപ്പെട്ടു കണ്ണുനീർ പോലുമില്ലാതെ കരഞ്ഞു തീർന്ന മരണത്തെ മുന്നിൽ കാണുന്ന പാവങ്ങളുടെ നിസ്സഹായ അവസ്ഥയെയല്ലേ ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത്? കളിമരപ്പാവകൾ എന്ന രൂപകത്തിൽ മനുഷ്യർ തങ്ങളുടെ വേദനകളോ വികാരങ്ങളോ പ്രകടിപ്പിക്കുവാൻ പോലും കഴിയാത്ത വിധം മരിച്ചുപോയവരായി മാറിയ മനുഷ്യന്റെ ചിത്രമല്ലേ കവി വരച്ചു കാട്ടുന്നത്? കാലമാം മാന്ത്രികൻ ഹോമത്തിനെഴുതിയ കരിമഷിക്കോലങ്ങൾ ഞങ്ങൾ എന്ന വാക്യം അപാരമായ ആശയ സൂചനകൾ നിറഞ്ഞതാണ്. ഇതിൽ കാലം എന്നത് സമയം അഥവാ ജീവിതത്തിലെ ഓരോ നിമിഷവും അടങ്ങുന്ന പ്രത്യക്ഷമായ ശക്തിയെ സൂചിപ്പിക്കുന്നു. ഇത് ഒരുപോലെ അതിമാനുഷികവും ദൈവീകവുമാണ്. മാന്ത്രികൻ എന്നതിലൂടെ ആ കാലത്തെ ഒരു മായാജാലം ചെയ്യുന്ന ശക്തിയായി ചിത്രീകരിച്ചിരിക്കുകയല്ലേ. മാന്ത്രികൻ തന്റെ കരകൗശലം ഉപയോഗിച്ച് വിധി നിയന്ത്രിക്കുന്ന ഒരാളായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. കാലമാം മാന്ത്രികൻ എന്നത് മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായ കാലത്തെയാണ് ചിത്രീകരിക്കുന്നത്. കരിമഷിക്കോലങ്ങൾ എന്ന് പറയുന്നതിലൂടെ നമ്മളുടെ ജീവിതം കോലങ്ങളിലെ രേഖകളിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്നുവെന്നും കാലമെന്ന മാന്ത്രികന്റെ ശക്തിയിൽ ആചാരപൂർവം എഴുതപ്പെട്ട കഥകളായി മനുഷ്യന് സ്വന്തം സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കാം. ഹോമത്തിനെഴുതിയ എന്നതിൽ ഹോമം എന്നത് ഒരു അനുഷ്ഠാനമാണ്. പ്രത്യേകിച്ച് യജ്ഞങ്ങളുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അനുഭവമാണ്. ഇതിലെ എഴുതിയ എന്ന പദം നമ്മളുടെ ജീവിതത്തെ കാലം നിർണയിക്കപ്പെട്ട ഒന്നായി കാണിക്കുന്നതായി വരുന്നു. മനുഷ്യന്റെ വിധി എഴുതപ്പെട്ട ഒന്നാണ്, ഒരു നിർമ്മിതം. മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും സംഭവങ്ങളും ഒരു വലിയ യജ്ഞത്തിനായി ക്രമീകരിച്ചിട്ടുള്ള വിധിയുടെ ഭാഗങ്ങളാണ് എന്ന് പറയാം. കരിമഷിക്കോലങ്ങൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ കരിമഷി ഉപയോഗിച്ച് എഴുതിയ കോലങ്ങൾ. ഇവിടെ മനുഷ്യരെ വെറും കരിമഷി കൊണ്ട് ദൈവീകമായ ചടങ്ങിൽ രേഖപ്പെടുത്തിയ രേഖകളായി കാണുന്നു. കോലങ്ങൾ എന്നത് ഒരു ഭാവനാത്മകവും ഗൂഢാർത്ഥവുമുള്ള ചിത്രമാണ്. മനുഷ്യൻ കാലമെന്ന മഹത്തായ ശക്തിയുടെ ലഘു സൃഷ്ടികളായിരിക്കുന്നു. ഇതിലെ ഓരോ വരകളും ആ മനുഷ്യരുടെ ജീവിതത്തിന്റെ വിവിധ സംഭവങ്ങളാണ്. ഓരോ വരയും മനുഷ്യരുടെ വ്യത്യസ്ത വഴികളും അനുഭവങ്ങളും ആഖ്യാനങ്ങളുമായി തീരുന്നു. കാലമെന്ന മാന്ത്രികന്റെ ശക്തിയിൽ ആചാരപൂർവ്വം എഴുതപ്പെട്ട കഥകളായി മനുഷ്യന് സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെട്ട അവസ്ഥ. ഹോമത്തിലെ കരിമഷിക്കോലങ്ങൾ പോലെ മനുഷ്യജീവിതം അതിന്റെ വിധിയോടും മാറ്റങ്ങളോടും അനിശ്ചിതമായ വഴികളിലൂടെ നീങ്ങുന്നുവെന്ന സന്ദേശവും നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഗാനം മനുഷ്യരുടെ ജീവിതം, ഭൂമിയുടെ തകർച്ച,
ദൈവത്തിന്റെ അകലം, പ്രതിസന്ധികൾ, ആയുസ്, കാലത്തിന്റെ അനിയന്ത്രിത ശക്തി എല്ലാം ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഒരു വ്യാകുലതയും ശൂന്യതയും നിറഞ്ഞ ആഖ്യാനമാണ്. പ്രകൃതിയും മനുഷ്യനും തകർച്ചയിലേക്ക് പോകുന്നു. ജീവൻ, അഭിമാനവും അഭയവും നഷ്ടപ്പെട്ടുപോയ ഒരു അനിയന്ത്രിത അവസ്ഥയിലാണ്. ദൈവം മറഞ്ഞിരിക്കുന്നു. അതിന്റെ സാന്നിധ്യവും ആശ്വാസവും ജീവിതത്തിൽ കാണുവാനില്ല. മരുഭൂമി എന്നത് ജീവന്റെ ശൂന്യതയുടെയും ആശയക്കുഴപ്പത്തിന്റെയും പ്രതീകമാണ്. അവിടെ നിഴലോ ആശ്രയമോ ലഭ്യമല്ല. തികച്ചും ഒരു മനസ്സിൽ ഉദിച്ചു വരുന്ന മാനസിക നിലപാടുകൾ, ആന്തരിക ഭാരങ്ങൾ, കൂടാതെ പരിസരവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വരെ കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു. ഗാനത്തിന്റെ അന്തസ്സും അത് നൽകുന്ന മാനസിക അവബോധവും കേൾവിക്കാരനെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതിന് കാരണമാകും. മനുഷ്യർ കരയാനാവാത്ത കളിമരപ്പാവകളായി മാറിയിരിക്കുന്നു. അചേതനമായ പ്രാണികളാണ്, ജഡത്വത്തിലേക്ക് മാറ്റപ്പെടുന്നു. കാലമെന്ന മാന്ത്രികൻ മനുഷ്യരുടെ ജീവനെ വെറും കരിമഷിക്കോലങ്ങളിലെ രേഖകളാക്കി മാറ്റുന്നു. എത്ര മനോഹരമായ ചിത്രീകരണം! ചുരുക്കത്തിൽ ഈ ഗാനം മാനവജീവിതത്തിന്റെ വ്യാകുലതയും ഭൂമിയുടെ തകർച്ചയും ദൈവത്തിന്റെ അദൃശ്യാവസ്ഥയും എല്ലാം ചേർന്ന ഒരു ജീവിത ദുരന്തത്തെ വളരെ കാവ്യാത്മകമായി, അതിമനോഹരമായി, ഭാവനാസമ്പുഷ്ടമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി ആ ഗാനമൊന്ന് ആലപിക്കാം. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി, ഇടയിൽ പെട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി, ഇടയിൽ പെട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. ഇത്തിരി തല ചായ്ക്കാനീ മരുഭൂമിയിൽ ഈന്തപ്പന നിഴലില്ല. ഇത്തിരി തല ചായ്ക്കാനീ മരുഭൂമിയിൽ ഈന്തപ്പന നിഴലില്ല. ഒട്ടുദൂരം പോകാൻ ചുമടൊന്നു താങ്ങുവാൻ ഒട്ടകക്കൂട്ടവുമില്ല. ഒട്ടുദൂരം പോകാൻ ചുമടൊന്നു താങ്ങുവാൻ ഒട്ടകക്കൂട്ടവുമില്ല. ഓ മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി, ഇടയിൽ പെട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. കരയുവാൻ കണ്ണുകളിൽ കണ്ണുനീരില്ല, കളിമരപ്പാവകൾ ഞങ്ങൾ. കരയുവാൻ കണ്ണുകളിൽ കണ്ണുനീരില്ല, കളിമരപ്പാവകൾ ഞങ്ങൾ. കാലമാം മാന്ത്രികൻ ഹോമത്തിനെഴുതിയ കരിമഷിക്കോലങ്ങൾ ഞങ്ങൾ. കാലമാം മാന്ത്രികൻ ഹോമത്തിനെഴുതിയ കരിമഷിക്കോലങ്ങൾ ഞങ്ങൾ. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി, ഇടയിൽ പെട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം.
എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനകൗതുകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി. തുടർന്നും കേൾക്കൂ റേഡിയോ നീതൽ 107.8 FM. ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം.